നാട്ടിൽ വരാനായിട്ട് 2 ദിവസമേ ഉള്ളൂ. ഞാൻ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. കാരണം പാക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ചങ്കുകളെ. കാരണം ഞാൻ രാത്രി എത്തുമ്പോഴത്തേക്ക് ലേറ്റാവും, വർക്കല്ലേ. നാളെയും വർക്കുണ്ട്. നാളെയും ഞാനിനി രാത്രി വർക്ക് കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ആവും വരാൻ. എനിക്ക് വൈകിട്ട് കുറച്ചൊരു ഒരു ഹൗസിൽ കൂടി ഒരു ബേബി സിറ്റിംഗ് പോലെ ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് നാളെയും പാക്ക് ചെയ്യാൻ പറ്റില്ല. ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് വരുവാ. അമ്മയാണ് സത്യം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ഇല്ലയോ? തുല്യം, ഞാൻ മിണ്ടൂല്ല. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് പറയട്ടെ. ഞാൻ ഈ രാത്രി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ വലിയ മനസ്സമാധാനക്കേടാണ്. അതുകൊണ്ടാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ലണ്ടനിൽ മൈനസാണ്. ഞാൻ ഈ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് എവിടെയാണ് വരുന്നത്? ചൂടുള്ള ബ്രൈറ്റായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ ഇരുട്ടും. എൻ്റെ പൊന്നോ, ഭയങ്കര തണുപ്പാണ്. ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം ചൂടും വെളിച്ചവും ഒക്കെ കാണാൻ നിങ്ങളുടെ മുന്നിലേക്ക് റീന എത്തുന്നുണ്ട്. പക്ഷേ വലിയ പാടാ. ഞാൻ ഇവിടുത്തെ സിറ്റിസണായിട്ട് ഒരു 7-8 വർഷമാകും. അപ്പോൾ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതൊക്കെ ഭയങ്കര ഒരു കീറാമുട്ടി തന്നെയാണ്. നമ്മൾ ഒരുപാട് എക്സാമൊക്കെ എഴുതണം. ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതണം. അപ്പോൾ ലൈഫിൻ്റെ UK എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മാത്രമേ നമുക്ക് ബ്രിട്ടീഷ് സിറ്റിസണൊക്കെ കിട്ടുള്ളൂ. പിന്നെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിന് ഇവിടെ ഒരുപാട് ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ കൺട്രിയിൽ നിന്ന് ഒരുപാട് കാലം മാറി നിൽക്കാനൊന്നും പാടില്ല. ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഞാൻ എടുത്ത ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതെൻ്റെ ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. പക്ഷേ ഇത് OCA ആണ്. അതായത് ഇതിൽ ഞാൻ ബ്രിട്ടീഷ് റെഡ് പാസ്പോർട്ടിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ഇത് നമുക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്യാം. പക്ഷേ നാട്ടിലെത്തണമെങ്കിൽ നമുക്ക് ഈ OCAയുടെ ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെ എടുക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ കൺട്രിയിൽ ചെയ്തു കൂട്ടിയത് കണ്ടാൽ വലിയ പാടാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ വേറൊരു കൺട്രിയിൽ വന്നിട്ട് ഇവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പാട് തന്നെയാണ്. നമുക്കതിനുള്ള ഒരു വരുമാനം വേണം. പിന്നെ ഇതെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഫോമുകൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു സന്തോഷമുണ്ട്. അതിലുപരി ഒരുപാട് ടയേർഡ്നെസ്സും ഉണ്ട് കേട്ടോ ചങ്കുകളെ. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ നാട്ടിലേക്കല്ലേ നമ്മൾ വരുന്നതെന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നാളെയെങ്കിലും പാക്കിംഗ് നടക്കുമോ എന്ന് കണ്ടറിയാം. എന്തായാലും നിങ്ങളെയൊക്കെ കാണാനും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പോൾ വരുമ്പോൾ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. I love you all. Bye-bye.